ഹായ് ഓൾ, എല്ലാവർക്കും അമീൻജാസ് ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞാൻ വന്നിട്ടുള്ളത് കിച്ചണിൽ നമുക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ടിപ്സുകൾ കളക്ട് ചെയ്തിട്ടാണ് കേട്ടോ. ഒരു കുഞ്ഞു വീഡിയോ ആണ്. അപ്പോൾ എന്നും പറയുന്ന പോലെ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കാണാം. വീഡിയോസ് കാണുന്ന സമയത്ത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യാൻ മറന്നു പോകരുത്. പൊട്ടു സമയം കളയാതെ ഇന്നത്തെ വീഡിയോയിലോട്ട് പോവാം. ആദ്യത്തെ ടിപ്പ് എന്താണെന്ന് നോക്കാം. അതിനായിട്ട് ഞാനൊരു കുടയാണ് എടുത്തിട്ടുള്ളത്. മക്കൾ സ്കൂളിലേക്ക് കൊണ്ടുപോകുന്ന കുടയാണ് കേട്ടോ. അപ്പോൾ പലപ്പോഴും നമ്മൾ കുടയുടെ ഒരു വള്ളി ഉണ്ടല്ലോ, ഈ ഒരു വള്ളി ഇത് പൊട്ടി പോവാറുണ്ട്. അതല്ലെങ്കിൽ ആ ഒരു ബട്ടണ് പ്രസ് ആവാതിരിക്കുകയോ അതല്ലെങ്കിൽ അതിൻ്റെ എഡ്ജ് മുതൽ പൊട്ടിപ്പോവുകയൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ ടിപ്പാണ്. അപ്പോൾ എനിക്കിത് പൊട്ടിപ്പോയിട്ടൊന്നുമില്ല, ഞാൻ ജസ്റ്റ് നമുക്കൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഈ ഒരു ഒക്കെ ഒന്ന് പ്രസ് ചെയ്ത് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ അതാ കണ്ടില്ലേ, ഇതുപോലെ പൊട്ടിപ്പോയിട്ടുള്ള കുടയാണെങ്കിൽ ആദ്യം തന്നെ കുട നല്ല പോലെ ഒന്ന് ഒതുക്കി കൊടുക്കണം, വൃത്തിയിലൊന്ന് ഫോൾഡ് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് ഞാൻ ഈ ഒരു കുടയുടെ ഈ ഒരു കമ്പി ഉണ്ടല്ലോ, അതെല്ലാം ഒരു പിടിയുടെ ഉള്ളിലേക്ക് ആക്കി കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഓരോ ഇതിലും ഞാൻ ഇതുപോലെ കൈ വെച്ചിട്ടൊന്ന് ശരിയാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ എല്ലാ ഇതെല്ലാം നമ്മൾ ക്ലിയർ ആക്കി കൊടുത്തതിന് ശേഷം കൈ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുകയാണ്. നമ്മളിടുന്ന ആ ഉക്കിൻ്റെ വള്ളി പൊട്ടിപ്പോയിട്ടുണ്ടെങ്കിൽ ഈ ഒരു വശത്തായിട്ട് ഒരു റബ്ബർ ബാൻഡ് നിങ്ങൾക്ക് ഇട്ട് കൊടുത്താൽ മതിയാവും. അതല്ലെങ്കിൽ ഈ ഒരു സൈസിന് ആപ്റ്റായിട്ടുള്ള വളയുണ്ടെങ്കിൽ അതും ഇട്ട് കൊടുക്കാം. അപ്പം ഞാൻ ആ ഒരു രണ്ട് രീതിയല്ല ചെയ്യുന്നത്. പകരം ഞാൻ കാണിക്കാൻ പോകുന്നത് നമ്മുടെയൊക്കെ വീടുകളിൽ മക്കളുടെയൊക്കെ ഒഴിവാക്കിയിട്ടുള്ള സോക്സ് ഒക്കെ ഉണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുന്നൊരു സിമ്പിൾ ടിപ്പാണ് കേട്ടോ. അപ്പോൾ ആദ്യം കൂടെ ഞാൻ ഇതുപോലെ ഒന്ന് മടക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാനിതാ മോൻ്റെ ഒരു സോക്സാണ് എടുത്തിട്ടുള്ളത്. അതിനുള്ളിലേക്ക് കുടയെന്ന് ഇട്ട് കൊടുക്കാണ് കേട്ടോ. അപ്പോൾ സോക്സ് ആയാലും ഭംഗിയുള്ള സോക്സ് ഒക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് ഒന്നുകൂടി അത് ബ്യൂട്ടിഫുൾ ആയിരിക്കും. ഇപ്പോൾ ഞാനിതാ കണ്ടോ, ഈ ഒരു സോക്സിനുള്ളിലേക്ക് ആ ഒരു കുട മുഴുവനായിട്ട് ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നോക്കിയാൽ കാണാൻ എന്ത് ഭംഗിയാണെന്നുള്ളത് മാത്രമല്ല നമുക്ക് നല്ല പോലെ ഒതുങ്ങി കിട്ടിയിട്ടും ഉണ്ട്. ഒരാൾക്കും ഒറ്റ നോട്ടത്തിൽ ഇത് സോക്സ് ആണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനും പറ്റില്ല കേട്ടോ. വളരെ സിമ്പിളായിട്ടുള്ള ടിപ്പാണ്. ഈ ഒരു ടിപ്പ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇനി ഇതേ രീതി തന്നെ നമുക്ക് കുട നനഞ്ഞാലും ഫോളോ ചെയ്യാൻ പറ്റും. സാധാരണയായിട്ട് ആ വള്ളി ഇല്ലെങ്കിൽ കുട നല്ലപോലെ പരന്നാണ് കിടക്കുക. ഇതുപോലെ നമ്മൾ ഒതുക്കി വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി സ്പേസ് ഒന്നും വേണ്ട, കുറഞ്ഞ സ്പേസിൽ വളരെ വൃത്തിയായിട്ട് തന്നെ കുട നമുക്ക് കൊണ്ടുപോകാനും സാധിക്കും. ഇനി നമ്മൾ ഉപയോഗിക്കുന്ന കുട നനഞ്ഞു കഴിഞ്ഞാൽ ഭംഗിയായിട്ട് കൊണ്ടുപോകാൻ പറ്റുന്നൊരു ടിപ്പാണ്. ആദ്യം തന്നെ ഞാനൊരു കവർ എടുത്തിട്ടുണ്ട്. എന്നിട്ട് നനഞ്ഞ കുട ഈ ഒരു കവറിൻ്റെ ഉള്ളിലേക്ക് ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് ഇതേപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക കേട്ടോ. എന്നിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ സോക്സിനുള്ളിലേക്കാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ കണ്ടില്ലേ, ഞാൻ സെയിം സോക്സാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ വെറൈറ്റി ആയിട്ടുള്ള സോക്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതല്ലെങ്കിൽ കളർഫുൾ ആയിട്ടുള്ള ഒക്കെ ഉണ്ടെങ്കിൽ ഒന്നുകൂടെ ഭംഗിയായിരിക്കും. ഇതുപോലെ ഞാൻ ഇട്ട് കൊടുത്തിട്ട് കവറിൻ്റെ ബാലൻസ് വന്നിട്ടുള്ള ഭാഗം സോക്സിനുള്ളിലേക്ക് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം നമുക്ക് മക്കളായാലും സ്കൂളിലേക്കൊക്കെ കൊണ്ടുപോകുന്ന ബാഗിൽ ബുക്കിൻ്റെ കൂടെയൊക്കെ തന്നെ ഇതുപോലെ വെക്കാൻ പറ്റും. വളരെ ഒതുക്കത്തിൽ തന്നെ കൊണ്ട് നടക്കാനും പറ്റും കേട്ടോ. അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത ടിപ്പിലോട്ട് പോവാം. അടുത്ത ടിപ്പ് ക്ലീനിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാണ്. നമ്മൾ എത്ര ക്ലീൻ ചെയ്ത് കഴിഞ്ഞാലും റൂമിൻ്റെയൊക്കെ കോർണറിലൊക്കെ ചെറിയ ചെറിയ ഉറുമ്പുകളും പ്രാണികളൊക്കെ വരാറുണ്ട്. മാത്രമല്ല ഇടയിൽ ഒരു ബാഡ് സ്മെല്ലൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ എപ്പോഴും നമ്മുടെ വീട് നല്ലൊരു സ്മെല്ലായിരിക്കാനും ഉറുമ്പിൻ്റെയും പാറ്റയുടെയും പ്രാണിയുടെയൊക്കെ ശല്യം ഇല്ലാതെ ക്ലീൻ ആയിട്ടിരിക്കാൻ പറ്റിയൊരു സിമ്പിൾ ടിപ്പാണ് കേട്ടോ. അപ്പോൾ ഞാനിത് തുടക്കാനായിട്ട് ഒരു ബക്കറ്റ് വെള്ളം എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ അതിലേക്ക് പുൽത്തൈലമാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പുൽത്തൈലം അറിയാമല്ലോ, നല്ല സ്മെല്ലുമാണ്. എന്നാൽ പ്രാണികളുടെ ശല്യമൊക്കെ നമുക്ക് നല്ല പോലെ തന്നെ കുടഞ്ഞ് കിട്ടുകയും ചെയ്യും. പിന്നെ ഞാനിതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് 2 കർപ്പൂരമാണ്. അത് കൈവച്ചിട്ട് തന്നെ പൊടിച്ചിട്ട് ആ ഒരു വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിലേക്ക് മോപ്പ് ഇട്ടതിന് ശേഷം മോപ്പ് നല്ല പോലെ ഒന്ന് മുക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ തന്നെ നമുക്ക് ആ ഒരു കർപ്പൂരത്തിൻ്റെ സ്മെല്ലും അതുപോലെ തന്നെ പുൽത്തൈലത്തിൻ്റെ സ്മെല്ലൊക്കെ നന്നായിട്ട് തന്നെ വരുന്നുണ്ട് കേട്ടോ. അതിന് ശേഷം ആദ്യം ഞാൻ വെള്ളം പിഴിയാതെ ജസ്റ്റ് ഒന്ന് തുടച്ചെടുക്കുകയാണ്. അപ്പോൾ ഇതുപോലെ ഈ ഒരു ടിപ്പ് ഉപയോഗിച്ച് നമ്മൾ തുടച്ചെടുക്കുന്ന സമയത്ത് റൂമിൻ്റെ എല്ലാ കോർണറിലും നല്ല പോലെ ഒന്ന് തുടച്ചു കൊടുക്കുക. ഇങ്ങനെ തുടച്ചു കൊടുക്കുകയാണെങ്കിൽ കോർണറിൽ വരുന്ന ഉറുമ്പിൻ്റെ ശല്യമൊക്കെ നമുക്ക് മാറിക്കിട്ടും. മാത്രമല്ല തുടച്ചു കഴിഞ്ഞാൽ ആ ഒരു റൂം നല്ലൊരു സ്മെല്ലും ആയിരിക്കും കേട്ടോ. നല്ല പോലെ ക്ലീൻ ആയിട്ട് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇനി ഇന്നത്തെ എൻ്റെ അവസാനത്തെ ടിപ്പിലോട്ട് പോവാം. നമ്മൾ 99% ആളുകളും കുക്ക് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ഒന്ന് തന്നെയാണ് പാം ഓയിൽ. പലവിധ പാം ഓയിലും ഉണ്ട്. ഞാൻ യൂസ് ചെയ്യുന്ന ഇതാണ് കേട്ടോ. നമുക്കറിയാം നമ്മുടെ ശരീരത്തിന് അല്ലെങ്കിൽ ആരോഗ്യത്തിന് ഇത് ഹാനികരമാണ്. പക്ഷേ എന്നാലും നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ഒന്നുകൂടിയാണ് അല്ലേ. കോക്കനട്ട് ഓയിലിൻ്റെ വിലയൊക്കെ കാരണം സാധാരണക്കാരായ ആളുകൾ യൂസ് ചെയ്യുന്നത് ഇത് തന്നെയാണ്.
എന്തായാലും നമ്മൾ പാം ഓയിൽ യൂസ് ചെയ്യുന്ന സമയത്ത് അതിനുള്ളിലുള്ള അഴുക്കൊക്കെ കളയാൻ പറ്റുന്ന ഒരു സിമ്പിൾ ടിപ്പാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ഞാൻ 1 ലിറ്ററിൻ്റെ പാം ഓയിലിൻ്റെ പാക്കറ്റാണ് എടുത്തിട്ടുള്ളത്. അത് ഞാൻ ഇതുപോലെയുള്ളൊരു പാത്രത്തിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്, മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. നമുക്കറിയാം പാം ഓയിലൊക്കെ വാങ്ങിക്കൊണ്ടുവരുന്ന സമയത്ത് ഇതുപോലെയാണെങ്കിലും ഒരു ദിവസമൊക്കെ കഴിയുമ്പോൾ ഇത് നല്ലപോലെ കട്ടിയായിട്ട് വരും. ആ ഒരു പാക്കറ്റ് മുഴുവനായിട്ട് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് മുമ്പേ ഞാൻ പാം ഓയിൽ ഒഴിച്ച് വെച്ചിട്ടുള്ള ബോട്ടിലാണ് കേട്ടോ ഈ കാണിക്കുന്നത്. നിങ്ങൾക്ക് കാണുന്നുണ്ടാവും അതിൻ്റെ സൈഡിലൊക്കെ ഇതുപോലെ നല്ല തിക്കായിട്ട് തന്നെ പിടിച്ച് കിടക്കുന്നുണ്ട്. ഈ ഒരു കളറിൽ തന്നെ ആയിരിക്കും നമ്മൾ ഓയിൽ യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്കത് കിട്ടുക. അപ്പോൾ അതൊന്നും ഇല്ലാണ്ട് നമുക്ക് ആ ഒരു ഓയിൽ തെളിഞ്ഞ് കിട്ടാൻ പറ്റുന്ന ഒരു ടിപ്പാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത്. ഞാൻ ഈ ഒരു ഓയിൽ സ്റ്റൗവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഈ ഓയിൽ നല്ല പോലെ ഒന്ന് ചൂടായി വരണം കേട്ടോ. തിളക്കാനായിട്ട് വെയിറ്റ് ചെയ്യരുത്, നന്നായിട്ടൊന്ന് ചൂടായി വന്നാൽ മാത്രം മതി. ഇപ്പോൾ ഇത് ഏകദേശം ചൂടായി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഒന്നുകൂടെ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ള ഒരു ഇൻഗ്രീഡിയൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതാപ്പോൾ ഏകദേശം നന്നായിട്ട് തന്നെ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത് നാരങ്ങയുടെ ഒരു കുഞ്ഞു പീസാണ് കേട്ടോ. നാരങ്ങയിൽ അടങ്ങിയിരിക്കുന്ന ഈ സിട്രിക് ആസിഡും ഒക്കെ അടങ്ങിയത് കൊണ്ട് തന്നെ ഈ ഒരു ഓയിലുള്ള അഴുക്കും കാര്യങ്ങളൊക്കെ അതിനടിയിലായിട്ട് ഇങ്ങനെ അടിഞ്ഞു കൂടും. അതല്ലെങ്കിൽ ആ ഒരു പാത്രത്തിൻ്റെ സൈഡിലൊക്കെ പറ്റി പിടിച്ച് കിട്ടും കേട്ടോ നമുക്ക്. മാത്രമല്ല എത്ര നാൾ നമ്മൾ ഈ ഒരു ഓയിൽ കഴിയുന്ന വരെ യൂസ് ചെയ്താലും ഓയിൽ തെളിഞ്ഞിട്ട് തന്നെ നിൽക്കുകയും ചെയ്യും. അപ്പോൾ ആദ്യമൊക്കെ നമ്മൾ നാരങ്ങ ഇട്ട് കൊടുത്തു കഴിഞ്ഞാലും ഒച്ചയും ഒന്നും ഉണ്ടാവില്ല, താഴെ കിടന്നതിങ്ങനെ ഉണ്ടാവുള്ളൂ. പിന്നീട് ഈ എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ നല്ല പൊട്ടൽ കേൾക്കും കേട്ടോ. അപ്പോൾ ലോ ഫ്ലെയിമിലേക്ക് ഒന്ന് മാറ്റിയതിന് ശേഷം കുറച്ച് സമയം ആ ഒരു നാരങ്ങ ഓയിലിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇത് സൗണ്ടൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതുപോലെ വന്നു കഴിഞ്ഞാൽ പിന്നെ ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കുക. കുറച്ച് സമയം കഴിയുമ്പോൾ ആ ഒരു സൗണ്ട് കുടഞ്ഞു വരും കേട്ടോ. അതാ നാരങ്ങ അടിയിൽ നിന്ന് മുകളിലേക്ക് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഒരു നാരങ്ങയുടെ കളർ ഉണ്ടല്ലോ നല്ല രീതിയിലൊന്ന് ചേഞ്ച് ആവണം, അതുവരെ തിളപ്പിച്ചെടുക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ആ ഒരു കറക്റ്റ് റിസൾട്ട് കിട്ടുള്ളൂ. കുറച്ച് സമയം കൂടി നമുക്കിത് ഇതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാകും ആ ഒരു ഓയിലിൻ്റെ മുകൾ വശത്തായിട്ട് ഇതുപോലെ പാട കെട്ടിയ പോലെ നിൽക്കുന്നുണ്ട്. അത് ഞാൻ പപ്പടക്കോല് വെച്ചിട്ടൊന്ന് എടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഇതാകണം കേട്ടോ. നല്ലൊരു ഡാർക്ക് കളറായിട്ടാണ് ഉള്ളത്. അതുപോലെ തന്നെ നല്ല തിക്കായിട്ടുള്ളൊരു കൊഴുപ്പ് രീതിയിലാണ് കേട്ടോ ഇതുള്ളത്. ഇതുപോലെ 1-2 ഇടത്തുണ്ട്. അതെല്ലാം ഞാൻ പപ്പടക്കോല് വെച്ചിട്ടൊന്ന് മാറ്റി കൊടുക്കുന്നുണ്ട്. കണ്ടില്ലേ, കയ്യിലേക്ക് മാറ്റുമ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും. ഇനി ഈ ഒരു നാരങ്ങത്തൊലി നന്നായിട്ടൊന്ന് കളറൊക്കെ ചേഞ്ചായി വരട്ടെ. ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ള നാരങ്ങയുടെ കളറൊക്കെ നല്ല രീതിയിൽ ചേഞ്ച് ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് കോരി മാറ്റാം. കണ്ടില്ലേ, നല്ലൊരു റെഡിഷ് കളറായിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് ഒഴിവാക്കാം. അതേപോലെ തന്നെ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്തിട്ട് ചൂടാറി കഴിഞ്ഞതിന് ശേഷം ഓയിൽ ബോട്ടിലേക്ക് മാറ്റാം. ഇപ്പോൾ അതാ ഓയിൽ നല്ലപോലെ ചൂടാറി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ബോട്ടിലേക്ക് മാറ്റാം. ഈ ഒരു പാത്രത്തിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും പാത്രത്തിൻ്റെ സൈഡുകളിലൊക്കെ ഇതേപോലെ കറുപ്പ് പിടിച്ചിരിക്കുന്നത് കണ്ടില്ലേ. ഇതേപോലെയുള്ള നുരുമ്പുകൾ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. മാത്രമല്ല ഓയിലിൻ്റെ അടിയിലായിട്ട് കുറച്ചൊക്കെ ഉണ്ട്. ഞാൻ അതിന് മുമ്പേ നേരത്തെ മുകളിലുണ്ടായിരുന്ന പപ്പടക്കോല് വെച്ചിട്ട് മാറ്റിയിട്ടുണ്ടായിരുന്നു. ഇനി ഇതിൻ്റെ സൈഡിലുള്ള ഈ ഒരു നുരുമ്പൊക്കെ എടുത്ത് മാറ്റിയതിന് ശേഷം ബോട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ എനിക്ക് ഈ ഒരു ഓയിലിൽ കുറച്ച് അഴുക്ക് മാത്രമാണ് കേട്ടോ അടിയിലായിട്ടുള്ളത്. അപ്പോൾ ഒരുപാട് അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അരിച്ചതിന് ശേഷം മാത്രം ബോട്ടിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാനിതാ ബോട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ കേട്ടോ. ഈ ഒരു ഓയിൽ കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും നന്നായിട്ട് തന്നെ നമുക്ക് തെളിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. സാധാരണ നമ്മൾ ഓയിലൊക്കെ കൊണ്ടുവന്ന് യൂസ് ചെയ്യുന്ന സമയത്ത് ഒരു നല്ല പോലെ തിക്കായിട്ടാണ് ഉണ്ടാവുക. എന്നാൽ അതൊന്നും ഇല്ലാതെ നല്ല പ്ലെയിൻ ആയിട്ട് തന്നെ എനിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുവരെ ഈ ഒരു ടിപ്പ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ എഫക്റ്റീവായിട്ടുള്ളൊരു ടിപ്പ് തന്നെയാണ്. 2 ദിവസം കഴിഞ്ഞതിന് ശേഷമുള്ള ഓയിലിൻ്റെ കളറാണ് കേട്ടോ അത്. സാധാരണയായിട്ട് നമ്മൾ ഓയിലൊക്കെ യൂസ് ചെയ്തിട്ട് 2 ദിവസം കഴിയുമ്പോൾ നല്ലപോലെ തിക്കായിട്ടാണ് ഉണ്ടാവാറ്. ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ എത്ര നാൾ നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാലും ഓയിൽ ഇതുപോലെ തന്നെ നിൽക്കും. അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുള്ളായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇത്രയും നേരം എൻ്റെ വീഡിയോസ് കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഹൃദയം നിറഞ്ഞ നന്ദി. ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോസുമായിട്ട് വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.